ബിഗ് ബോസ് മലയാളം സീസൺ 7 ടിക്കറ്റ് ടു ഫിനാലെ വീക്ക് പിന്നിട്ടതിന് പിന്നാലെ ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയത് ആര്യനാണെന്ന് സൂചന. വീക്കെൻഡ് എപ്പിസോഡിൽ ആര്യനാണ് ഹൗസിൽ നിന്ന് പുറത്തായതെന്ന അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ വീക്കെൻഡ് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആരാണ് എവിക്റ്റ് ആയതെന്ന് വ്യക്തമാവുള്ളൂ. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ ആര്യൻ രണ്ടാമത് എത്തിയിരുന്നു. നൂറയാണ് ഒന്നാമത്. ഈ ആഴ്ച ഷാനവാസും ആദിലയും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം എവിക്ഷൻ നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. ഈ സീസണിൽ ടോപ്പ് 5 ഇടം പിടിച്ചേക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് ആര്യൻ എന്ന വിലയിരുത്തലുകൾ വന്നിരുന്നു. ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുക്കുമ്പോൾ ടോപ്പ് 5 എത്തുക ആരെല്ലാം എന്ന കണക്കുകൂട്ടലിലാണ് മത്സരാർത്ഥികളുടെ ആരാധകർ. ടിക്കറ്റ് ടു ഫിനാലെ വീക്ക് സംഭവ ബഹുലമായിരുന്നു. ഷാനവാസ് ആശുപത്രിയിലാവുകയും അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളമൊഴിക്കുകയുമെല്ലാം ചെയ്തതോടെ വിവാദങ്ങൾ നിറഞ്ഞു കത്തിയ ആഴ്ചയാണ് കടന്നുപോകുന്നത്. ഇതിനിടയിൽ ആദിലയും നൂറയും തമ്മിലുള്ള വഴക്കം ഈ ആഴ്ച പ്രേക്ഷകർ കണ്ടു. നൂറയെ ആര്യൻ മോശമായ രീതിയിൽ നോക്കിയെന്ന് പറഞ്ഞായിരുന്നു നൂറയും ആദിലയും തമ്മിലുള്ള വഴക്ക്. നൂറയുടെ വയറ് കാണുന്നുണ്ട് എന്ന് നീ പറഞ്ഞില്ലേ എന്ന് അനുമോളോട് ആദില ചോദിക്കുന്നു. ആര്യൻ നൂറയുടെ വയറ്റിലേക്ക് നോക്കി നിൽക്കുകയാണെന്ന് ആദില പറഞ്ഞു. സൈഡിലേക്കാണ്, എനിക്കെപ്പോൾ അൺകംഫർട്ടായി, ഞാൻ വേഗം താഴ്ത്തി എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് നൂറ ചെയ്തത്. എന്നാൽ നൂറ ഈ സമയം ചിരിച്ചത് ആദിലയെ പ്രകോപിപ്പിച്ചു. മോളെന്താ എൻജോയ് ചെയ്തോ എന്നാണ് പിന്നെ നൂറയോട് ആദില ചോദിച്ചത്. അനുമോൾ ചിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് നൂറ പറഞ്ഞെങ്കിലും ആദില വിട്ടില്ല. നിനക്കിത് കേട്ടിട്ട് ചിരി വരുന്നുണ്ടോ? ഇങ്ങനെ ഉണ്ടായാൽ നീ ചിരിച്ചുകൊണ്ട് നിന്ന് കൊടുക്കുമോ? കാരണം അടിച്ച് പൊട്ടിക്കുകയല്ലേ എന്ന് ആദില അനുമോളോട് ചോദിച്ചു. ഇവിടെ ആര്യൻ നോക്കിയതല്ല തന്റെ പ്രശ്നമെന്ന്, നൂറ റിയാക്ട് ചെയ്ത വിധമാണ് പ്രശ്നമെന്നും ആദില പറയുകയുണ്ടായി. ആദിലയ്ക്ക് നേരെ ദേഷ്യത്തിൽ തന്നെയായിരുന്നു പിന്നെ നൂറ് സംസാരിച്ചത്. അനാവശ്യ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യരുത്, ഞാനൊരു ടാസ്കിലായിരുന്നു, അത് മനസ്സിലാക്കി സംസാരിക്കാതെ. എന്ത് കാര്യത്തിലും ഇങ്ങനെയാണ്, മോശമായി ഇനി ബിഹേവ് ചെയ്താലും എനിക്കറിയാതെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ആദിലയ്ക്ക് മറുപടിയായി നൂറ പറഞ്ഞു. സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ ആദിലയെ സംസാരിക്കാൻ നൂറ അനുവദിക്കുന്നില്ല എന്നെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ വന്നിരുന്നു. ഇപ്പോഴുണ്ടായ ഇവരുടെ വഴക്കോടെ ആദിലയ്ക്കെതിരെയാണ് പ്രതികരണങ്ങൾ വരുന്നത്. ആദിലയ്ക്ക് സംശയരോഗമാണ് എന്നുവരെ കമന്റ് ചെയ്യുന്നവരുണ്ട്. ആര്യൻ, നെവിൻ, അക്ബർ എന്നിവരെയാണ് ടിക്കറ്റ് ടു ഫിനാലെ ആഴ്ചയിൽ ബിഗ് ബോസ് ഒരുമിച്ച് ക്യാപ്റ്റന്മാരാക്കിയത്. എന്നാൽ ക്യാപ്റ്റൻസി ലഭിച്ചതിന് പിന്നാലെ ആര്യൻ, നെവിൻ, അക്ബർ എന്നിവരുടെ ഗെയിമിനെതിരെ ഹൗസിന് പുറത്ത് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആര്യൻ ഇന്ന് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ എവിക്റ്റ് ആവുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാകുന്നതിനിടയിൽ നെവിനെ ബിഗ് ബോസ് പുറത്താകുമോ എന്ന ചോദ്യവും വരുന്നുണ്ട്. ഈ ആഴ്ച ഷാനവാസുമായി ഉണ്ടായ കയ്യാങ്കളി കൈവിട്ടു പോവുകയും അനുമോളുടെ ബെഡ്ഷീറ്റിൽ വെള്ളമൊഴിച്ചതും എല്ലാം നെവിനെ നെഗറ്റീവായി ബാധിച്ചിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഷാനവാസ് തിരിച്ചെത്തിയതിനു ശേഷം നെവിനുമായി കൂടുതൽ സംസാരിക്കാമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. ഇത് കേട്ടതോടെ നെവിൻ ആ ദിവസം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ഹൗസിൽ നിന്ന് പോകാൻ റെഡിയായി നിന്നിരുന്നു. എന്നാൽ ബിഗ് ബോസ് ടാസ്കുകൾ തുടരുകയാണ് ചെയ്തത്. വീക്കെൻഡ് എപ്പിസോഡിൽ നെവിന് നേരെ പൊട്ടിത്തെറിക്കുന്ന മോഹൻലാലിന്റെ പ്രൊമോയാണ് ഏഷ്യാനെറ്റ് പങ്കുവച്ചത്. എവിക്ഷൻ പ്രക്രിയയിലൂടെ നെവിനെ പുറത്തു പോയില്ല എങ്കിൽ തനിക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ടെന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.